So, നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ രണ്ട് പാർട്ടായിട്ട് ഇപ്പോൾ കണ്ടു. ഫസ്റ്റിൽ കുറച്ച് ഐസി എഞ്ചിന്റെ ടെർമിനോളജിയും അതിന്റെ കമ്പോണൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ ഐസി എഞ്ചിന്റെ തന്നെ 4 സ്ട്രോക്കും 2 സ്ട്രോക്കും എന്താണെന്ന് പഠിച്ചു. അത് ആ 4 സ്ട്രോക്കും 2 സ്ട്രോക്കും പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഡീസൽ സൈക്കിളിലേക്ക് പോകാം. ഡീസൽ സൈക്കിള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തരേണ്ടതായിരുന്നു എങ്ങനെയാണ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് കമ്പോണൻസും കാര്യങ്ങളും എല്ലാം കണ്ടു. ഓക്കെ, അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ് ആണ് ഈ റൊട്ടേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വാൽവ്. ആ വാൽവിന്റെ സ്പ്രിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ എക്സിറ്റ് വാൽവ്. ഇതൊരു SI എഞ്ചിൻ ആയതുകൊണ്ട് ഇവിടെ സെൻട്രലായിട്ടൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ഇനി ഈ കാണുന്നതാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. ഇതിലൂടെയാണ് ഫ്യൂവൽ എയർ മിക്സ്ചർ അകത്തേക്ക് കയറുന്നത്. ഇവിടെ കൂടെയാണ് എക്സോസ്റ്റ് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇത് 4 സ്ട്രോക്കിന്റെയാണ് ഈ അനിമേഷൻ കാണുന്നത്. അതുപോലെ തന്നെ ഇതാണ് സിലിണ്ടറിന്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്ത് കൂളിംഗ് ഉള്ള ഏരിയ ആണ് ഈ ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഈ റൊട്ടേറ്റ് ആവുന്ന ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ ക്രാങ്ക് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ കണക്ടിംഗ് റോഡാണ്. ഇത് പിസ്റ്റനും കണക്ടിംഗ് റോഡും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഗാഡിയൻ പിന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കമ്പോണൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് നമുക്ക് ഓൾറെഡി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇതുവഴിയാണ് നമ്മുടെ ഫ്യൂവൽ എയർ മിക്സ്ചർ അകത്തേക്ക് എൻ്റർ ആവുന്നത്. അത് ഗ്രീൻ കളറിൽ കാണുന്നത്. അതിനുശേഷം ഇതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തതിനു ശേഷം അവിടെ സ്പാർക്ക് വരുന്നു, ബേൺ ആവുന്നു. അതിനുശേഷം എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സൈക്കിളാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു അനിമേറ്റഡ് വീഡിയോ. സോ 4 പ്രോസസ്സുകളാണ് നടക്കുന്നത്: ഇൻടേക്ക്, കംപ്രഷൻ, കമ്പസ്റ്റൻ, എക്സോസ്റ്റ്. നമുക്ക് കംപ്രഷൻ ഇഗ്നിഷനിലേക്ക് വരാം. ഇപ്പൊ കണ്ട അതേ പ്രൊസീജിയർ തന്നെ, പക്ഷെ അവിടെ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതിൽ നമ്മളിവിടെ ഞാൻ പറഞ്ഞിരുന്നത് ഇതൊരു പെട്രോൾ എഞ്ചിൻ ആണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്പാർക്ക് പ്ലഗിനെ ഒന്ന് മാറ്റുവാണ്. പകരം വേറൊരു കമ്പോണന്റ് ഇവിടെ വെക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ കടന്നു വരുന്നത് ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഫോർ പെട്രോൾ എഞ്ചിൻ. ഫോർ ഡീസൽ എഞ്ചിൻ ഇവിടെ ഓൺലി എയർ മാത്രമായിരിക്കും അകത്തേക്ക് വരുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ 4 സ്ട്രോക്ക് ആണെങ്കിലും 2 സ്ട്രോക്ക് ആണെങ്കിലും ഡീസലും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം. ഡീസൽ വരുമ്പോൾ ഇവിടെ സ്പാർക്ക് പ്ലഗ് എടുത്തു മാറ്റി നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് വെക്കുന്നത്. അതേപോലെ തന്നെ ഇൻസൈഡ് സിലിണ്ടറിലേക്ക് എത്തുന്നത് വെറും എയർ മാത്രമായിരിക്കും. ആ എയറിനെ കംപ്രസ് ചെയ്തതിനു ശേഷമുള്ള പ്രോസസ്സാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചർ ആയിരിക്കും അകത്തേക്ക് സിലിണ്ടറിന്റെ ഈ ചേംബറിലേക്ക്, കമ്പസ്റ്റിംഗ് ചേംബറിലേക്ക് എൻ്റർ ആവുക. അതേപോലെ തന്നെ ഇവിടെ സ്പാർക്ക് പ്ലഗും ഉണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻലി ആയിട്ടുള്ള രണ്ട് വ്യത്യാസങ്ങൾ. പ്രൊസീജിയറും അതിന്റെ വർക്കിങ്ങും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ എയർ മാത്രം കയറുന്നത് കൊണ്ട് അതിന്റെ പ്രോസസ്സ് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്താണെന്ന് പഠിക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതിന് കംപ്രഷൻ ഇഗ്നിഷൻ വന്നതെന്നുള്ളത് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന SI എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ്. സോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 4 സ്ട്രോക്ക് ഉണ്ടെന്നും അതുപോലെ തന്നെ 2 റെവല്യൂഷൻ ഉണ്ടെന്നും നമ്മൾ പറഞ്ഞതാണ്. അതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ടേം ഇതിനും സെയിം തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിലാണ്. അതുപോലെ തന്നെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിന് 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ വേണം, അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് എന്താ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഈ 2 കേസസ്, അതായത് ഒന്ന് 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമ്മുടെ 1 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റഡ് ആവുന്നത്. സോ നമ്മൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള PV ഡയഗ്രാം ആണ് വെച്ചിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ PV ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രഷർ വോളിയം ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ സൈക്കിളിന്റെ കാര്യങ്ങളെല്ലാം ഡീസൽ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈക്കിൾ ബേസ് ചെയ്തുകൊണ്ട്, ഈ ഒരു PV ഡയഗ്രാം ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ സീരീസ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് കാണിക്കുന്ന ഇൻടേക്ക് ആണ്. ഇൻടേക്ക് അഥവാ സക്ഷൻ സ്ട്രോക്ക് ആണ് കാണിക്കുന്നത്.
അതായത് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് BDCയിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നടക്കുമെന്ന്. ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ആ വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ കടന്നു വരുന്നത് എയർ ആയിരിക്കും. ഓക്കെ, എയർ ആയിരിക്കും കടന്നു വരുന്നത്. സോ നെക്സ്റ്റ് സ്ട്രോക്കിൽ, അതായത് ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് BDCയിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രണ്ട് വാൽവുകളും ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ വാൽവിന്റെ കേസസ് ഇവിടെ കാണാം. അതായത് എയർ അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ഓപ്പണും ഈ ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസും ആയിരിക്കും. ഈ സമയത്ത് ഇൻസൈഡിലേക്ക് കടന്നു വരുന്ന എയർ എങ്ങനെയാണ് കടന്നു വരുന്നത്? ഈ പിസ്റ്റന്റെ പൊസിഷൻ എന്ന് പറയുന്നത് BDCയിലായിരുന്നു. BDCയിൽ നിന്ന് TDCയിലോട്ട് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വാക്വത്തിലൂടെയാണ്, വാക്വം ക്രിയേറ്റ് ചെയ്യും. ആ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതോട് ഇവിടുന്ന് ഫ്യൂവൽ എന്ത് ചെയ്യും, എയർ അകത്തേക്ക് എൻ്റർ ആവും. അതിനുശേഷം ഈ പിസ്റ്റൺ തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്ട്രോക്കിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ നമ്മുടെ എക്സിറ്റ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് നടക്കുന്നത്? കംപ്രഷൻ നടക്കുന്നത്. രണ്ടാമത്തെ സ്ട്രോക്ക് നടന്നു. ഫസ്റ്റ് റെവല്യൂഷൻ ഇപ്പൊ കഴിഞ്ഞു. ഫസ്റ്റ് റെവല്യൂഷനിലെ ആദ്യത്തെ ഒരു റെവല്യൂഷന്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്ക് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കംപ്രഷൻ സ്ട്രോക്ക് ആണ്. സോ നൗ ഹിയർ നമുക്ക് രണ്ട് സ്ട്രോക്കുകൾ നടന്നു, ഒരു റെവല്യൂഷനും കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന അതായത് രണ്ടാമത്തെ റെവല്യൂഷൻ തേർഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പവർ സ്ട്രോക്ക് ആണ്. കാരണം ഇവിടെയാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. വളരെ സിമ്പിൾ ആണ്. എൻ്റർ ചെയ്തിരുന്ന എയറിനെ നമ്മൾ കംപ്രസ് ചെയ്ത് നിർത്തുമ്പോൾ ഓൾറെഡി ഇതിന്റെ പ്രഷർ ടെമ്പറേച്ചർ റൈസ് ആയി നിൽക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ആയിരുന്നു നേരത്തെ SI എഞ്ചിൻ ഉണ്ടായിരുന്നത്. അതിന് പകരം ഇപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. സോ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ത് ചെയ്യും? നമ്മുടെ കംപ്രസ്ഡ് ആയിരിക്കുന്ന എയറിലേക്ക് എന്ത് കൊടുക്കും? ഫ്യൂവലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. സോ ഡീസൽ സൈക്കിൾ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ഫ്യൂവൽ കട്ട് ഓഫ് റേഷ്യോ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. കോൺസ്റ്റന്റ് നമ്മൾ പ്രഷറിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ എന്ത് കൊടുത്തത്? നമ്മൾ ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഫ്യൂവലിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ അതിനെ ബേൺ ചെയ്യിപ്പിക്കാൻ ധാരാളമായിട്ടുണ്ട്. സോ അവിടെ ഇഗ്നിഷൻ നടക്കും. അങ്ങനെ അവിടെ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ഒരു എക്സ്പാൻഷന്റെ പവർ മൂലം, ആ ഫോഴ്സ് മൂലമാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്? ടുവേർഡ്സ് BDCയിലേക്ക് തിരിച്ച് മൂവ് ചെയ്യുന്നത്. ഈ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് എന്ത്? നമ്മുടെ ലീനിയർ മൂവ്മെന്റ് ആണ് നമുക്ക് ആ പവറിനെ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കുന്നത്. ഈ ക്രാങ്ക് വഴി പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കണക്ടിങ് റോഡ് ഇങ്ങോട്ട്, ഇതിപ്പോ നമ്മുടെ ലീനിയർ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, നമ്മൾ അതിനെ റോട്ടറി മൂവ്മെന്റ് ആക്കുകയാണ് ഇവിടെ. സോ ക്രാങ്ക് ക്രീസിനകത്തുള്ള ക്രാങ്ക് റൊട്ടേറ്റ് ആവും. അപ്പം നമുക്ക് റോട്ടറി മോഷൻ കിട്ടി. അപ്പൊ ഈ ഒരു പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? പവർ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഫോഴ്സ് ഇവിടെ കിട്ടിയത് ഈ ഒരു സ്ട്രോക്കിലാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലോട്ട് മൂവ് ചെയ്യും. കാരണം ഇവിടെ ബേൺഡ് ആയിട്ട് നിൽക്കുന്ന ആ ഗ്യാസിനെ എന്ത് ചെയ്യണം? നമുക്ക് പുറന്തള്ളണം. സോ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും, നമ്മുടെ ബേൺഡ് ഗ്യാസസ് പുറത്തേക്ക് പോകും. അപ്പൊ ഇതൊരു 2 റെവല്യൂഷനും 4 സ്ട്രോക്കും കഴിഞ്ഞു അല്ലെ? ഈ ഒരു സെക്ഷൻ ആണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. നമുക്ക് PV ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലീറ്റ് 1 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. അതിലെ ഓരോ സ്ട്രോക്കിലുമുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് PV ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡീസൽ സൈക്കിളിൽ കണ്ടിട്ടുള്ളതാണ്. 1 to 2 എന്ന് പറയുന്നത് നമ്മൾ നെയിമിംഗ് ചെയ്തിരിക്കുന്നത് കംപ്രഷൻ ആണ്, അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. അതുപോലെ തന്നെ 2 to 3 എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ്. Q1 എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെയാണ് വരുന്നത് നമുക്ക്. പിന്നെ 3 to 4 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പാൻഷൻ സ്ട്രോക്ക് ആയിരുന്നു, അഥവാ പവർ സ്ട്രോക്ക്. 3 to 4 എന്നുള്ളത് നമ്മുടെ എക്സോസ്റ്റ് ആണ്. അപ്പം ഈ 1 2 3 4 എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ ഡീസൽ സൈക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ നമ്മൾ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത് EABCD എന്നുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് PV ഡയഗ്രാം ആണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നേരത്തോടെ അറിയാവുന്നതാണ്. So working principle of a diesel cycle with the help of a PV diagram, അതായത് പ്രോസസ് E to A എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. നമ്മുടെ പിസ്റ്റന്റെ ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ, അതായത് സിലിണ്ടർ ഹെഡിന്റെ പോർഷനിൽ പിസ്റ്റൻ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ എന്താണ്? ഒരു റിക്വയർഡ് പ്രഷറിൽ നമ്മുടെ വോളിയം പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലാതിരിക്കുന്ന കണ്ടീഷനാണ്. അവിടെ നിന്ന് നമ്മൾ സക്ഷൻ സ്ട്രോക്ക് തുടങ്ങുകയാണ്. പിസ്റ്റൺ മൂവ് ഫ്രം TDC to BDC, അതായത് ടോപ്പിൽ നിന്ന് പിസ്റ്റൺ താഴോട്ട് വരുമ്പോഴേക്കും ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആൻഡ് ഫ്രഷ് എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ സിലിണ്ടർ ആൻഡ് എക്സോസ്റ്റ് വാൽവ് റിമൈൻസ് ക്ലോസ്ഡ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ പിസ്റ്റണിന്റെ ടോപ്പിൽ നിന്ന് എന്ത് സംഭവിക്കും? പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും.
മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? വാക്വം ഉണ്ടാവും. ആ വാക്വത്തിലേക്ക് എന്ത് കിടക്കും? നമ്മുടെ ഫ്യൂവല് എൻ്റർ ആവും. സോ വോളിയം ഇവിടെ നമുക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സർട്ടൻ പോയിന്റ് എത്തിയപ്പോഴേക്കും, അതായത് നമ്മുടെ സിലിണ്ടറിന് മാക്സിമം എത്ര വരെ വോളിയം അറ്റൈൻ ചെയ്യാൻ പറ്റിയോ ആ ഒരു പോർഷൻ നിർത്തിയിട്ടാണ് നമ്മൾ ഇവിടെ എ എന്ന് ഡോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും വോളിയം നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്, അതായത് ഫ്രഷ് എയർ ഇൻസൈഡ് ആണ്. സോ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കംപ്രഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. കംപ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വോളിയം ഡിക്രീസ് ചെയ്യും, അതേപോലെ തന്നെ പ്രഷറും ഇൻക്രീസ് ആവും. സോ സെയിം ആയിട്ട് തന്നെ ടെമ്പറേച്ചറും അതിന് ഇൻക്രീസ് ആവും. സോ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പിസ്റ്റൺ മൂവ് ഫ്രം BDC ടു TDC. ഇപ്പൊ ഈ BDC TDCയും എല്ലാം നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. BDCയിൽ നിന്ന് TDCയിലോട്ടാണ് പോകുന്നത് കംപ്രഷന് വേണ്ടിയിട്ട്. ആൻഡ് കംപ്രസസ് ദ എയർ, ബോത്ത് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. ഈ ഒരു സമയത്ത് നമ്മുടെ രണ്ട് വാൽവുകളും ക്ലോസ്ഡ് ആയിട്ടിരിക്കും. BDCയിൽ നിന്ന് TDCയിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഇവിടെയാണ് കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ ആ കംപ്രസ്ഡ് ആയി നിൽക്കുന്ന എയർ ഓക്കെ ഈ സ്റ്റേജ് വരെ നമ്മൾ നിൽക്കുവാണ്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് വരെ വന്ന് നിൽക്കുവാണ്. സോ പ്രോസസ് B to C എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പീരീഡ് ആണ്. അതായത് ജസ്റ്റ് ബിഫോർ ദ എൻഡ് ഓഫ് സ്ട്രോക്ക് തീരുന്ന സമയത്ത് ദ ഫ്യൂവൽ ഈസ് ഇൻജക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫൈൻ സ്പ്രേ ത്രൂ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ്. ഇവിടെ നമ്മുടെ ഡീസൽ സൈക്കിളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഫ്യൂവൽ ഇൻജക്ടർ ഉണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് രണ്ട് വാൽവുകളും ക്ലോസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫൈൻ സ്പ്രേ ആയിട്ടാണ് ഇതിനെ നമ്മൾ എങ്ങോട്ടേക്ക് കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സോ ദ ടെമ്പറേച്ചർ ഓഫ് ദ കംപ്രസ്ഡ് എയർ ഈസ് സഫിഷ്യന്റ്ലി ഹൈ ടു ഇഗ്നൈറ്റ് ദ ഫ്യൂവൽ ആൻഡ് കമ്പസ്റ്റൻ ടേക്ക് പ്ലേസ്. അപ്പോൾ ഓൾറെഡി കംപ്രസ്ഡ് ആയി നിൽക്കുന്ന നമ്മുടെ എയർ ഓൾറെഡി ഒരു ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് നിൽക്കുവാണ്. നമ്മളിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന ടെമ്പറേച്ചർ തന്നെ ധാരാളം അവിടെ കമ്പസ്റ്റൻ നടക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഈ പോയിന്റ് പറയുന്നത്, ഇറ്റ്സ് സഫിഷ്യന്റ് ടു ഇഗ്നൈറ്റ് ദ ഫ്യൂവൽ. അതായത് ടെമ്പറേച്ചറിന്റെ ആ ഒരു എയറിന്റെ ടെമ്പറേച്ചർ എന്താണ് ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാനുള്ള പവർ അതിനുണ്ട്. സോ കമ്പസ്റ്റൻ നമ്മൾ നടക്കും. ഇഞ്ചക്ഷൻ ഓഫ് ഫ്യൂവൽ ഈസ് കണ്ടിന്യൂഡ് ഫോർ സം ടൈം ആൻഡ് ഈസ് കട്ട് ഓഫ് അറ്റ് പോയിന്റ് C. ബോത്ത് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. അപ്പൊ സർട്ടൻ ടൈം വരെ എന്ത് ചെയ്യും? അത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുറച്ച് നേരം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പ്രോസസ് എല്ലാം ഒറ്റ ഇതിൽ തന്നെ നടക്കുന്നതാണ്. അതിലൊരു മൈന്യൂട്ട് ആയിട്ടുള്ള സെക്കൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്പ്രേയിങ് നടക്കുമെന്നാണ് പ്രോസസ്സിൽ പറയുന്നത്. സോ B to C എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ്. then C to D എന്ന് പറയുന്നത് നമ്മുടെ പവർ സ്ട്രോക്ക് ആണ്, അതായത് എക്സ്പാൻഷൻ സ്ട്രോക്ക് ആണ്. That means the piston move from TDC to BDC and this work is done, both the valve remains closed. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞതാണ്. ഈ ബേണിങ്ങിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ എന്താണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് ആണ്. അതായത് ഡ്യൂറിങ് ആ സ്ട്രോക്ക് ടൈമിൽ നമ്മുടെ ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഒരു സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആണ് നമ്മുടെ എഞ്ചിന്റെ, അതായത് സൈക്കിളിന്റെ വർക്കിംഗിൽ നമുക്ക് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ഹോട്ട് ഗ്യാസ്, അതായത് ബേൺ ആയി നിൽക്കുന്ന ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യും? നമ്മുടെ പിസ്റ്റനെ പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്ന പവർ ആണ് നമുക്ക് നമ്മുടെ പവർ സ്ട്രോക്ക് ആയിട്ട് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് നമുക്ക് ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഹീറ്റ് റിജക്ഷൻ. Okay. So at the end of stroke, നമ്മൾ already explain ചെയ്യാണ്. At the end of stroke, exhaust valve opens and exhaust gas flow outside through the exhaust valve. And the process final AE, അതായത് എക്സോസ്റ്റ് സ്ട്രോക്ക്, അതായത് നമ്മുടെ ഈ വോളിയം ഡിക്രീസ് ആവുന്ന സ്റ്റേജ് ആണ്. ഈ ആരോ മാർക്ക് അതാണ് ഷോ ചെയ്യുന്നത്. അതായത് ബേൺഡായി നിൽക്കുന്ന ആ ബേൺഡ് ഗ്യാസിനെ പുറന്തള്ളുകയാണ്. Piston move from BDC to TDC for the removal of burnt gases. Inlet valve remains closed and exhaust valve open ആയിരിക്കും. This complete cycle and the engine is ready to suck air again. അപ്പോൾ നമ്മുടെ ഒരു സൈക്കിൾ എക്സ്പ്ലെയിൻഡ് ആയി. അപ്പം ഈ ഒരു സെക്ഷനിൽ ഈ പ്രോസസ്സ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്നത് ഈ ടോപ്പിൽ നിന്ന് പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വാക്യൂത്തിലാണ് ഇവിടെ എയർ അകത്തേക്ക് കയറുന്നത്. അതിനുശേഷം ഈ രണ്ട് വാൽവുകളും ക്ലോസ്ഡ് ആയിരിക്കും. ഈ എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ്ഡ് ആയി നിൽക്കുന്ന, അതായത് ഒരു പ്രഷർ അറ്റൈൻ ചെയ്യുന്ന, ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു എയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവലിനെ സർട്ടൻ ടൈമിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇതിന്റെ ടെമ്പറേച്ചർ ഇതിനെ ബേൺ ചെയ്യിപ്പിക്കാൻ ധാരാളമായിട്ട് മതി.
സോ ഇവിടെ ബേണിംഗ് നടക്കും, നമ്മുടെ പവർ സ്ട്രോക്ക് ഇവിടെയാണ് ലഭിക്കുന്നത്. അതിനുശേഷം ഈ ബേൺഡ് ഗ്യാസസിനെ ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷൻ, അതുപോലെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ഈ പിസ്റ്റൺ ഉപയോഗിച്ച് തന്നെ ഇതിനെ എന്ത് ചെയ്യുന്നു, പുറന്തള്ളപ്പെടുന്നു. സോ ഇതാണ് നമ്മുടെ കംപ്രഷൻ ഇഗ്നിഷൻ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ പവർ സ്ട്രോക്കിൽ കംപ്രസ്ഡ് ആയിരിക്കുന്ന എയറിലേക്ക് നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഫ്യൂവലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണ്. നമ്മൾ 2 സ്ട്രോക്ക് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനിലേക്ക് വരുവാണ്. സോ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2 സ്ട്രോക്കുകളാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ IC എഞ്ചിനിലെ 4 സ്ട്രോക്കും 2 സ്ട്രോക്കിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ വളരെ സെയിം ആണ്. ഒരേ ഒരു വ്യത്യാസം ഡീസൽ സൈക്കിളും പെട്രോൾ എഞ്ചിനും വരുമ്പോൾ ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ചെറിയ കമ്പോണന്റിന്റെ വ്യത്യാസമുണ്ട്. അതനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി അതിന്റെ എക്സ്പ്ലനേഷനിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. നേരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 സ്ട്രോക്കിൽ നമ്മൾ വാൽവുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ വാൽവ് അല്ല, നമ്മുടെ പോർട്ടാണ്. നമ്മൾ ഓൾറെഡി 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എക്സോസ്റ്റ് പോർട്ട്, അതുപോലെ ട്രാൻസ്ഫർ പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻലെറ്റ് പോർട്ട് അല്ലെങ്കിൽ സക്ഷൻ പോർട്ട്. സോ അതിലൊന്നും ഡിസൈനിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഈ കാണുന്ന ചിത്രത്തിൽ ചില ഒരു വ്യത്യാസം, ഇവിടെ ഇൻലെറ്റ് പോർട്ട് ഇവിടെയാണെന്നൊക്കെ കാണുന്നുണ്ട്. അത് വേണ്ട, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഇമേജ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നത്. അവിടെ 2 സ്ട്രോക്ക് ഫോർ പെട്രോൾ എഞ്ചിൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ വീണ്ടും ആവശ്യമില്ല. എങ്കിലും ഒരേ ഒരു മാറ്റം മാത്രം, 2 കാര്യങ്ങളിലാണ് മാറ്റം വന്നത്. ഒന്ന്, ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇല്ല, പകരം ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ് ആണ്. നമ്മുടെ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ ആ വീഡിയോ സെക്ഷൻ നോക്കിയാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ പക്കായിട്ട് മനസ്സിലാവും. ഇവിടെ ട്രാൻസ്ഫർ പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ട്, അതുപോലെ തന്നെ ഇൻലെറ്റ് പോർട്ട്. നമുക്കറിയാം നമ്മുടെ ഇതാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ, അതായത് സക്ഷൻ സ്റ്റേജിൽ നമ്മുടെ പിസ്റ്റൺ വൈൽ ഗോയിങ് ഡൗൺവേർഡ്സ് ആണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ എക്സോസ്റ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടും എന്താണ്, ഓപ്പൺ ആണ്. സോ ഈ സമയത്ത് നമ്മുടെ ഫ്രഷ് എയർ, ഇവിടെ ഫ്യൂവൽ പ്ലസ് എയർ മിക്സ്ചർ അല്ല, വെറും എയർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പിസ്റ്റന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്. സോ ഈ ഒരു മൂവ്മെന്റിൽ ഇവിടെ കംപ്രഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, വളരെ ചെറിയ രീതിയിലാണ് കംപ്രഷൻ നടക്കുന്നത്. കാരണം ഈ പിസ്റ്റൻ മൂവ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈഡ് ആയി, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഫ്രഷ് എയർ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി നമ്മുടെ കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് ഇവിടെ എത്തും. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ നേരത്തെ ഈ സൈക്കിൾ കംപ്ലീറ്റ് ആയപ്പം ഉണ്ടായിരുന്ന ബേൺഡ് ഗ്യാസസ് പുറന്തള്ളപ്പെടുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ നെക്സ്റ്റ് കംപ്രഷൻ നടത്താൻ വേണ്ടി പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് പോകും, അതായത് BDCയിൽ നിന്ന് TDCയിലോട്ട് പോകും. ഈ സമയത്ത് നമ്മുടെ ട്രാൻസ്ഫർ പോർട്ടും അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആയിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഇൻലെറ്റ് പോർട്ട് വഴി ആര് കടക്കും, ഫ്രഷ് ആയിട്ടുള്ള എയർ ഇതിനകത്തോട്ട് എൻ്റർ ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ എയർ ഉണ്ട്, ഇത് കംപ്രസ് ആവും. കംപ്രസ് ആവുന്നതിന് ശേഷം നമുക്കറിയാം കംപ്രസ്ഡ് ആയി നിൽക്കുന്ന എയറിന് സർട്ടൻ പ്രഷർ ടെമ്പറേച്ചർ ഉണ്ട്. എന്ത് സംഭവിക്കും, നമ്മളവിടെ ഫ്യൂവലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബേണിംഗ് നടക്കും. ബേണിംഗ് നടക്കുമ്പോൾ അവിടെ പവർ സ്ട്രോക്ക് വരും. പിസ്റ്റൺ ടുവേർഡ്സ് BDCയിലോട്ട് വീണ്ടും മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ട്രാൻസ്ഫർ പോർട്ടും അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആയി വരും. ആ ഓപ്പൺ ആയി വരുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഫ്രഷ് എയറിനെ വീണ്ടും ഈ പിസ്റ്റന്റെ താഴോട്ടുള്ള മൂവ്മെന്റ്, ഈ കാണുന്ന മൂവ്മെന്റിൽ വീണ്ടും ഇതുവഴി എന്ത് ചെയ്യുന്നു, കടക്കുന്നു. ഈ ഫ്രഷ് ആയി വരുന്ന എയർ നേരത്തെ ബേൺഡ് ആയി നിൽക്കുന്ന ഗ്യാസിനെ പുറന്തള്ളുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് വൺ സക്ഷൻ സ്ട്രോക്ക് ആണ്. ഈ സമയത്ത് നമ്മുടെ പിസ്റ്റൺ ടുവേർഡ്സ് ബോട്ടം ഡെഡ് സെന്ററിലോട്ടാണ് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ 2 പോർട്ടുകളും, അതായത് നമ്മുടെ ട്രാൻസ്ഫർ പോർട്ടും അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആയി തന്നെ ഇരിക്കും. ഇൻലെറ്റ് പോർട്ട് മാത്രമായിരിക്കും ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഫ്രഷ് എയർ എന്ത് ചെയ്യും, സിലിണ്ടറിന്റെ ക്രാങ്ക് കേസിൽ നിന്നും നമ്മുടെ കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് എൻ്റർ ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്രഷൻ സ്റ്റേജ് ആണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പിസ്റ്റൺ മൂവിങ് അപ്പ് ആണ്. ആ സമയത്ത് ഫസ്റ്റ് കവർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് പോർട്ടും അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടും കവർ ചെയ്യും. നമുക്ക് ഈ പടത്തിൽ കാണുമ്പോൾ അറിയാം, ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ക്ലോസ് ചെയ്യുന്നു. എയർ ഇൻ ദ സിലിണ്ടർ ഈസ് കംപ്രസ്ഡ് ഡ്യൂ ടു ദിസ് അപ്വേർഡ് മോഷൻ. ഈ ഒരു അപ്വേർഡ് മോഷനിലൂടെയാണ് നമ്മുടെ എയറിനെ ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. ഈ ഒരു കംപ്രഷനിലൂടെ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവും. ആ ഇൻക്രീസ് ആവുന്ന പ്രഷർ ടെമ്പറേച്ചർ ആയിട്ടാണ് ഇപ്പൊ ആ എയർ നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ
ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആണ്, ഇതുവഴി ഫ്രഷ് ആയിട്ടുള്ള എയർ ഈ ക്രാങ്ക് കേസിലോട്ട് എൻ്റർ ആവും. സോ എക്സ്പാൻഷനിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ബേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അപ്പൊ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലോട്ട് തിരിച്ച്, അതായത് നമ്മുടെ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് BDCയിലോട്ട് തിരിച്ചു വരും ഈ ബേണിങ്ങിന്റെ ഫോഴ്സ് മൂലം. സോ അതിനുശേഷം നെക്സ്റ്റ് സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വീണ്ടും പഴയ കണ്ടീഷൻ വരുവാണ്, ഫ്രഷ് എയർ ഇങ്ങോട്ടേക്ക് വരുന്നു, ബേൺഡ് ആയിട്ടിരിക്കുന്ന ഗ്യാസിനെ പുറത്തേക്ക് കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്കുകളൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ആണ് നമുക്കിവിടെ ഉള്ളത്. ആ 360 ഡിഗ്രി ഓഫ് റൊട്ടേഷനിൽ തന്നെ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം പ്യൂറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ വേറെ ഇതിനകത്തൊരു എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആകെ മാറ്റം വന്നത് നമ്മൾ നേരത്തെ പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവൽ പ്ലസ് എയറിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്, ഇപ്പൊ എയർ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരുന്നു, അതിന് പകരം ഇപ്പൊ എന്താണുള്ളത്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ് ആണ് ഉള്ളത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, പിസ്റ്റൺ ക്രൗൺ ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ദ മൂവ്മെന്റ് ഓഫ് എയർ ആൻഡ് എമിഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഇവിടെ ഒരു ക്രൗൺ വെച്ചിരിക്കുന്നത്. സക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ആ സമയത്ത് piston going towards BDC uncover both the transfer port and exhaust port while the inlet port remains closed. നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞതാണ്. ഫ്രഷ് എയർ ആണ് സിലിണ്ടറിനകത്തോട്ട് ക്രാങ്ക് കേസിൽ നിന്നും എൻ്റർ ആവുന്നത് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് എയർ ബൈ ലോവർ സൈഡ് ഓഫ് ദ പിസ്റ്റൺ. ഈ പിസ്റ്റന്റെ ലോവർ സൈഡിന്റെ കംപ്രഷൻ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ പോർട്ട് വഴി ഫ്യൂവൽ അകത്തേക്ക് എൻ്റർ ആവുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്രഷ് എയർ pushes the burned gases out of the cylinder. ഈ സമയത്ത് തന്നെ ഈ നാലാമത്തെ സ്റ്റേജിൽ കാണുന്ന ആ പ്രോസസ് ഇവിടെ ഉണ്ടായിരുന്നു, കാരണം നേരത്തെ ബേൺഡ് ആയിട്ടിരിക്കുന്ന ഗ്യാസിനെ പുറന്തള്ളപ്പെടുന്നു. നെക്സ്റ്റ് കംപ്രഷൻ സ്റ്റേജ് ആണ്. അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ഫസ്റ്റ് കവർ ദി ട്രാൻസ്ഫർ പോർട്ട് ആൻഡ് ദി എക്സോസ്റ്റ് പോർട്ട്. എയർ ഈസ് കംപ്രസ്ഡ് ഡ്യൂ ടു ദി അപ്വേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ. ഓൾസോ ഇൻ ദിസ് സ്റ്റേജ് ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആൻഡ് ദി ഫ്രഷ് എയർ എൻ്റർ ഇൻടു ദി ക്രാങ്ക് കേസ് ത്രൂ ഇറ്റ് ഇൻലെറ്റ് പോർട്ട്. ഈ ഒരു കാര്യം നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ സ്റ്റേജ് ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. Piston reaches TDC, the fuel is injected in the form of fine spray through fuel injection valve. അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ, കമ്പസ്ഡ് ആയിരിക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നമുക്ക് ഇഗ്നേറ്റ് ചെയ്യാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ ഉണ്ട്, ഫ്യൂവൽ ബേൺ ആവും. സോ ഡ്യൂ ടു കമ്പസ്റ്റൻ പിസ്റ്റൺ ഈസ് പുഷ് ഡൗൺ ആൻഡ് പിസ്റ്റൺ മൂവ് ഫ്രം TDC ടു BDC. ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന എക്സോസ്റ്റ് സ്റ്റേജ് ആണ്. മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ടുവേർഡ്സ് BDC, the exhaust port is open. നമുക്കിവിടെ കാണാം എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആവുന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ഫർ പോർട്ടും ഓപ്പൺ ആവുന്നുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ആർ എക്സോസ്റ്റഡ് ത്രൂ ദി എക്സോസ്റ്റ് പോർട്ട് ഇൻ ടു അറ്റ്മോസ്ഫിയർ. ഈ സമയത്ത് നമ്മൾ ഈ പോർട്ടിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ സ്കാവെഞ്ചിങ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഗ്യാസിനെ, അതായത് ബേൺഡ് ഗ്യാസിനെ പുറന്തള്ളപ്പെടുന്നതിന് നമ്മൾ സ്കാവെഞ്ചിങ് എന്ന് പറയാറുണ്ട്. ദിസ് കംപ്ലീറ്റ്സ് ദ സൈക്കിൾ ആൻഡ് ദ എഞ്ചിൻ ഈസ് റെഡി ടു സക്ക് ദ ഫ്രഷ് എയർ അഗൈൻ. ഈ സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇനി ഇതിന്റെ കമ്പാരിസൺ ആണ്, 2 സ്ട്രോക്കും അതുപോലെ തന്നെ 4 സ്ട്രോക്കും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഒന്നാമത്തെ കമ്പാരിസൺ എന്ന് പറയുന്നത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സ്ട്രോക്കും 1 റെവല്യൂഷനുമാണ്. ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ റെവല്യൂഷനും 2 സ്ട്രോക്ക് നമുക്ക് മതി 2 സ്ട്രോക്കിൽ. 4 സ്ട്രോക്കിലാവുമ്പോൾ ആ പേരിൽ പോലെ തന്നെ 4 സ്ട്രോക്കുകൾ വേണം, അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വേണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ കമ്പാരിസൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പവർ ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ കൂടുതലാണ് 2 സ്ട്രോക്കിൽ. 2 സ്ട്രോക്കിനെ അപേക്ഷിച്ച് 4 സ്ട്രോക്കിൽ ലെസർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചെറിയ ഫ്ലൈ വീൽ മതി. നമ്മൾ ഫ്ലൈ വീൽ എന്താണെന്നുള്ള ഓൾറെഡി ഒരു കമ്പോണൻസ് കണ്ട സമയത്ത് കണ്ടതാണ്, ഒരു സർക്കുലർ ഡിസ്ക് പോലെ. ഇവിടെ ഫ്ലൈ വീല് വളരെ ചെറുത് മതി. ഇവിടെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഫ്ലൈ വീല് വേണം. ഈസിയർ ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മുടെ എഞ്ചിന്റെ 2 സ്ട്രോക്ക് ആണെങ്കിൽ. അതേപോലെ 4 സ്ട്രോക്ക് ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടാണ് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. വാൽവുകളെ കുറിച്ച് നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിനിൽ പറഞ്ഞിട്ടില്ല, ഇവിടെ വാൽവ്സ് ആണ് അതിന് പകരമുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ആൻഡ് ഈസി ടു സ്റ്റാർട്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് 2 സ്ട്രോക്കിൽ. 4 സ്ട്രോക്കിൽ കുറച്ചും കൂടെ പവർ വേണ്ടി വരും. അതാണ് നോട്ട് ഈസിയർ ടു സ്റ്റാർട്ട് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ലോവർ ആണ്. ഇവിടെ ഹയർ കംപ്രഷൻ റേഷ്യോ കിട്ടും നമുക്ക് 4 സ്ട്രോക്കിൽ. ലെസ് തെർമൽ എഫിഷ്യൻസി ആണ്, ഇവിടെ ഹയർ തെർമൽ എഫിഷ്യൻസി ആണ്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നമുക്ക് കൂടുതലാണ്, ഇവിടെ ലെസ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. അതുപോലെ ലെസ് വെയിറ്റ് ആണ്, 2 സ്ട്രോക്ക് എഞ്ചിൻ അല്ലേ, വളരെ വെയിറ്റ് കുറവാണ് കമ്പയറിംഗ് ടു 4 സ്ട്രോക്ക് എഞ്ചിൻ. ആൻഡ് മോർ നോയ്സി എഞ്ചിൻ, ലെസ് നോയ്സി ആണ് ഇതിന് വരുന്നത്. സോ ഇതാണ് മെയിൻലി 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം. ഇത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസമല്ല, 2 സ്ട്രോക്ക് എഞ്ചിനിലും 4 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ ശ്രദ്ധയോടെ
ഓർത്ത് വെക്കുക 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിന്റെ കമ്പാരിസൺ ആണ്. സോ നമ്മൾ ആ കമ്പാരിസണിന് ശേഷം നമ്മൾ നേരെ എന്ത് വരുന്നു, നമ്മൾ പെട്രോൾ എഞ്ചിന്റെ കമ്പാരിസണിലേക്ക് വരുവാണ്. സോ പെട്രോൾ എഞ്ചിനിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പെട്രോൾ എയർ മിക്സ്ചർ ആണ് നമ്മുടെ ഇൻലെറ്റ് വാൽവിൽ നമ്മുടെ അകത്തേക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡീസൽ ആണെങ്കിൽ എന്താണ്, എയർ ഫ്ലോ ആണ് നടക്കുന്നത്. അതായത് പെട്രോളില് എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ആണ് അകത്തേക്ക് എൻ്റർ ആവുന്നതെങ്കിൽ ഡീസലിൽ എന്താണ്, എയർ മാത്രമാണ് ഇൻലെറ്റ് വാൽവ് വഴി അകത്തേക്ക് വരുന്നത്. ഇവിടെ കാർബറേറ്റർ വേണം, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂവലിനെയും എയറിനെയും മിക്സ് ചെയ്യുന്നത് കാർബറേറ്ററിലാണ്. സോ ഈ ഒരു ഡിവൈസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, കാരണം നമ്മൾ ഫ്യൂവലിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഉപയോഗിക്കുന്നത്. എയർ ഫ്രഷ് ആയിട്ട് തന്നെ അകത്തേക്ക് കയറും. ന്യൂലി ആയിട്ടുള്ള ഡീസൽ എഞ്ചിനുകളിൽ നമ്മൾ കംപ്രഷൻ പ്രോസസ്സിന്റെ ടൈമിംഗ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എൻ്റർ ആവുന്ന എയറിനെ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെ നമ്മൾ ടർബോ ചാർജിങ് എന്നൊക്കെ പറയും. സോ കമ്പാരിസണിൽ ഇവിടെ കാർബറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതിന് പകരമായി ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. കാരണം ഇത് രണ്ടും സ്പ്ലിറ്റ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഫ്യൂവൽ പ്ലസ് എയർ ആണ്, ആ എയറിനെ ഫ്യൂവലിനെയും കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നത് നമ്മുടെ കാർബറേറ്റർ ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനിൽ നമുക്ക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. സോ നമുക്കറിയാം ഇൻലെറ്റ് വാൽവ് വഴി കടന്നു വരുന്നത് ഫ്യൂവൽ ആണ്, അതുപോലെ തന്നെ എയർ ആണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ സ്പ്രേയിങ്ങിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇത് നമ്മുടെ ഫ്രഷ് എയറിന്റെ അകത്തോട്ട് നമ്മൾ ഫ്യൂവലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മാക്സിമം പ്രഷർ 10 ബാർ ആണ് പറയുന്നത് പെട്രോൾ എഞ്ചിന്. അതേപോലെ തന്നെ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് 35 to 40 ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കംപ്രഷൻ റേഷ്യോ ഓൾറെഡി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സ്പാർക്ക് പ്ലഗ് ആണ് നമ്മൾ പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്പാർക്ക് പ്ലഗ് അല്ല, നമുക്ക് കാരണം ഫ്യൂവൽ ഇഞ്ചക്ടർ ആണല്ലോ ഉള്ളത്, ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇല്ല. മെയിൻലി നമ്മൾ ഈ പെട്രോൾ എഞ്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓട്ടോ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ്, ഇതിനെ നമ്മൾ ഡീസൽ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ്. കംപ്രഷൻ റേഷ്യോ 6 to 10 ആണ് പെട്രോൾ എഞ്ചിന് വേരി ചെയ്യുന്നത്. കംപ്രഷൻ റേഷ്യോ R എന്ന് പറയുന്നത് ടോട്ടൽ സിലിണ്ടർ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. അപ്പം ഇവിടെ ഡീസൽ സൈക്കിളിന് അത് കൂടുതലാണ്, 15 to 25 ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഈസിയർ ടു സ്റ്റാർട്ട് ആണ്, അതുപോലെ നോട്ട് ഈസിയർ ടു സ്റ്റാർട്ട് ആണ്. ലെസ് വൈബ്രേഷൻ ആണ്, വൈബ്രേഷൻ കൂടുതലാണ്. ലെസ് വെയിറ്റ് ആണ് പെട്രോൾ എഞ്ചിന്, അതുപോലെ ഹെവിയർ ആണ് ഡീസൽ എഞ്ചിന്. ഹൈ സ്പീഡ് എഞ്ചിൻസ് ആണ്, ഇവിടെ ലോ സ്പീഡ് എഞ്ചിൻസ് ആണ്. മെയിൻറ്റെയിൻ കോസ്റ്റ് കുറവാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ, മെയിൻറ്റെയിൻ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ് എന്തിന്, ഡീസൽ എഞ്ചിന്. ഇതാണ് പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും കമ്പാരിസൺ. സോ നെക്സ്റ്റ് നമ്മൾ വളരെ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഹീറ്റിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. നമ്മള് ശരീരത്തിനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ചൂട് കൂടുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഫാൻ ഇടും അല്ലെങ്കിൽ AC പോയിരിക്കും, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ എഞ്ചിനും ഒരു പ്രോസസ്സ് നടത്താനുണ്ട്, കൂളിംഗ് സിസ്റ്റം. അതായത് എഞ്ചിനും ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മളെക്കാളും വളരെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്കിവിടെ കൂളിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്യണം. സോ ആ കൂളിംഗ് സിസ്റ്റത്തിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ എയർ കൂളിംഗ് സിസ്റ്റം ആണ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ കൂളിംഗ് സിസ്റ്റം ഫോർ IC എഞ്ചിൻ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, കംപ്രഷൻ ടൈമിൽ നമുക്കറിയാം, കംപ്രഷൻ ടൈമിലും ഓൾറെഡി ടെമ്പറേച്ചർ റൈസ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെ അതിന്റെ ഇരട്ടി ആയിട്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ആവുന്നത് ഇപ്പം കമ്പസ്റ്റ്യൻ നടക്കുമ്പോൾ. അപ്പൊ ഫ്യൂവല് സിലിണ്ടർ കമ്പസ്റ്റ്യൻ ചെയ്യുമ്പോൾ, അതായത് സിലിണ്ടറിന്റെ IC എഞ്ചിന്റെ എഞ്ചിൻ സിലിണ്ടറിലേക്ക് ഫ്യൂവൽ എൻ്റർ ആയി കഴിഞ്ഞ് നമ്മൾ കംപ്രഷൻ കഴിഞ്ഞ് കമ്പസ്റ്റ്യൻ നടത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചർ ആണ്, വളരെ ഹൈ ആയിട്ടുള്ള ഇന്റൻസ് ഉള്ള ഹീറ്റ് ആണ് അവിടെ ജനറേറ്റ് ആവുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ കാര്യം എന്ന് പറയുന്നത് 30% ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 100%ൽ 30% ഹീറ്റിനെ നമ്മൾ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി മിച്ചമുള്ള 70ൽ 40% എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറന്തള്ളപ്പെടും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ബേൺഡ് ഗ്യാസിനെ എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി പുറത്തേക്ക് കളയുന്നു. ആ ഗ്യാസിനകത്ത് തന്നെ 40% ഓഫ് ഹീറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ 100ൽ 30% മാത്രമേ നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 70നകത്തെ 40% എന്ന് പറയുന്നത് എക്സോസ്റ്റിലൂടെ പുറന്തള്ളപ്പെടുവാണ്. അപ്പം ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടർ ആണ് അബ്സോർബ് ചെയ്യുന്നത്. അതായത് ആ എഞ്ചിന്റെ സിലിണ്ടർ അബ്സോർബ് ചെയ്യുവാണ്. അപ്പൊ 30%ഓളം ഹീറ്റ് വർക്കായി
കൺവേർട്ട് ആവുന്നു, അതേ എമൗണ്ട് തന്നെ ആ എഞ്ചിൻ അബ്സോർബ് ചെയ്യുവാണ്. അപ്പം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഓരോ റെവല്യൂഷനിലും അല്ലെങ്കിൽ ഓരോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ആ എഞ്ചിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഈ ഒരു സമയത്താണ് നമുക്ക് എന്ത് വേണ്ടത്, ആ എഞ്ചിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ സിലിണ്ടറും അതുപോലെ തന്നെ പിസ്റ്റണും അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വാളും എല്ലാം എന്ത് ചെയ്യുവാണ്, ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നിർത്തുവാണ്. സോ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് ഒന്ന് ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വേറെങ്കിലും ഒരു കേടുപാടുകളിലേക്ക് എഞ്ചിൻ പോകും. അപ്പൊ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ കൂളിംഗ് സിസ്റ്റം ആണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓവർ ഹീറ്റ് ആവുമ്പോൾ എഞ്ചിന് കേടുവരുന്നത്, അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഓവർ ഹീറ്റ് ആവുമ്പോൾ അതിന്റെ തെർമൽ സ്ട്രെസ്സസ് ബാധിക്കും. അതുപോലെ തന്നെ അത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പിസ്റ്റണും അതുപോലെ തന്നെ എല്ലാം ഡാമേജിങ് വരും. അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലില് ഒക്കെ ഇതിന്റെ കേടുപാടുകൾ വരും. കാരണം കാർബൺ കണ്ടന്റ് ഒക്കെ ഡെപ്പോസിറ്റ് ഒക്കെ കൂടുതലാണ്, പിസ്റ്റന്റെ ഹെഡിലൊക്കെ കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ വാളിനൊക്കെ ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ട്, അപ്പോൾ ഓയിലെല്ലാം കണ്ടെയ്ൻ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓവർ ഹീറ്റിങ്ങിനെ റെഡ്യൂസ് ചെയ്തില്ല എങ്കിൽ അതിന്റെ വോളിയമെട്രിക് എഫിഷ്യൻസി അത് ബാധിക്കും. അതുപോലെ തന്നെ ഡിറ്റണേഷനുള്ള ടെൻഡൻസി വളരെയായിട്ട് കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിരുന്നു 30% ടോട്ടൽ ഹീറ്റ് നമ്മൾ കമ്പഷൻ ചേമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് പറഞ്ഞു വർക്കായിട്ട്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം 30% ഓഫ് ഹീറ്റ് കമ്പഷൻ ചേമ്പറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. ഇപ്പം റിമൂവ് ചെയ്യുന്നത് മോർ ദാൻ 30% ആണ് എങ്കിൽ അതിന്റെ തെർമൽ എഫിഷ്യൻസിയെ ബാധിക്കും. കാരണം ഒരുപാട് എഞ്ചിനെ നമുക്ക് കൂളായി നിർത്താൻ സാധിക്കില്ല. അതായത് 30%ന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ ഹീറ്റിനെ ആ സിലിണ്ടറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നേരെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ തെർമൽ എഫിഷ്യൻസിയിലായിരിക്കും. സോ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഹീറ്റ് 30%ൽ നിന്ന് കൂടുതലാവാൻ നമ്മൾ അനുവദിക്കരുത്, എന്നാൽ ഒരുപാട് കുറഞ്ഞും പോകരുത്. അപ്പോൾ ഒരു ഒപ്റ്റിമൈസ്ഡ് റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹീറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. ഇതാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ കൂളിംഗിലെ ഒരുപാട് ഹോട്ട് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് തണുക്കാനും പാടില്ല. അതാണ് പറഞ്ഞത് 30% ഓഫ് ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ആ 30%ന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം, അത് ഒരുപാട് പുറത്തേക്ക് പോകരുത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ റേറ്റിൽ നമുക്ക് ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കണം. കാരണം ഇത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഓരോ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അതിന്റെ എന്താണ് റേറ്റ് കൂട്ടണം, റേറ്റ് ഓഫ് കൂളിംഗ് നമുക്ക് കൂട്ടാൻ സാധിക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ എഞ്ചിൻ കുറച്ച് കൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അപ്പൊ അതിന് ഒന്ന് ഹീറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. സോ ആ സമയത്തൊക്കെ നമ്മൾ എഞ്ചിനെ കൂൾ ചെയ്യാനായിട്ട് പോകാനുള്ള സംവിധാനം നമുക്ക് പറ്റത്തില്ല. കാരണം അങ്ങനെ കൂൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബേണിങ്ങിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും അതിനത് എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഐസി എഞ്ചിനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എയർ കൂളിംഗ് സിസ്റ്റം. സോ എയർ ഫ്ലോ ഓവർ കൂളിംഗ് ഫിൻസ് അറൌണ്ട് ദി ഔട്ട്സൈഡ് ഓഫ് ദി സിലിണ്ടർ ആൻഡ് ഹെഡ് ബൈ ദി നാച്ചുറൽ മോഷൻ ഓഫ് ദി വെഹിക്കിൾ. നമുക്കറിയാം ബൈക്ക്, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഓടുന്ന സമയങ്ങളിൽ എഞ്ചിൻ ഉണ്ടാവുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നത് ഈ നാച്ചുറൽ മോഷൻ മൂലമാണ്. എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, കൂളിംഗ് ഫിൻസ് ഉപയോഗിച്ചിട്ടാണ്. സിലിണ്ടറിന്റെ പുറത്തെല്ലാം ഫിൻസ് ഉണ്ട്. അപ്പം എയർ അതിന്റെ പുറത്തോട്ട് ഫ്ലോ ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ എഞ്ചിനിലെ ഹീറ്റിനെ പുറന്തള്ളിക്കും. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ എയറോപ്ലെയിൻസ് ആൻഡ് മോട്ടോർ സൈക്കിൾ എഞ്ചിൻ വേർ ദ എഞ്ചിൻ ആർ എക്സ്പോസ്ഡ് ടു എയർ ഡയറക്ട്ലി ഇൻ ദി സിസ്റ്റം. ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് സർഫസ്, രണ്ട് പേരിലും പറയാം, ഒന്നില്ലെങ്കിൽ ഫിൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് സർഫസ്. ഈ കാണുന്നതാണ് ആ എഞ്ചിന്റെ എക്സ്റ്റെൻഡ് സർഫസ് അല്ലെങ്കിൽ ഫിൻ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ഓൺ ദ സിലിണ്ടർ വാൾ അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡ്, ഇതുപോലുള്ള പോർഷനിലുള്ളതാണ് ഇത് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ എയർ കൂളിംഗിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മോട്ടോർ സൈക്കിളിലെ എഞ്ചിന്റെ പുറം ഭാഗത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതേപോലെ എക്സ്റ്റെൻഡഡ് സർഫസ് ഉണ്ട്, അതിനെ നമ്മൾ ഫിൻസ് എന്നാണ് വിളിക്കുന്നത്. So heat generated due to combustion in the engine cylinder will be conducted through the fins and the air flow over the fin it will dissipated. അങ്ങനെ ഇതിനകത്ത് നടക്കുന്ന കമ്പസ്റ്റനകത്ത് നടക്കുന്ന പ്രോസസ്സിലൂടെ നടക്കുന്ന ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു സിലിണ്ടർ വാളിലും ഇൻലെറ്റ് വാൽവ് അതുപോലെ എല്ലാ പാർട്സിലും അബ്സോർബ് ചെയ്ത് നിൽക്കുന്നു.
ഇത് സ്റ്റേഷനറി ആയിട്ടല്ല, ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ആ നാച്ചുറൽ മൂവ്മെന്റിൽ തന്നെ എന്ത് ചെയ്യുന്നു, എയർ ഈ ഫിൻസ് വഴി ഇതിനെ കൂൾ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ എയർ കൂളിംഗ് സിസ്റ്റം. ഓക്കെ, ഇതേപോലെ തന്നെ എയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എയർ കൂൾഡ് സിസ്റ്റം, കറന്റ് ഓഫ് എയർ മെയ്ഡ് ടു ഫ്ലോ പാസ് ത്രൂ ദി സിലിണ്ടർ ബാരൽ അല്ലെങ്കിൽ ഔട്ടർ സർഫസ് ഏരിയ, എല്ലാത്തിലും ടച്ച് ചെയ്തിട്ടാണ് എയർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അതിന്റെ ഫിൻസും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഹീറ്റിനെ പുറന്തള്ളുന്നു. എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിസിപ്പേറ്റഡ് ടു എയർ ഡിപ്പെൻഡ് അപ്പോൺ, ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എയർ ഫ്ലോയിങ് ത്രൂ ദി ഫിൻ. സെക്കൻഡ് വൺ, ഫിൻ സർഫസ് ഏരിയ, അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ യൂസ്ഡ് ഫോർ ഫിൻസ്. ഇതൊക്കെയാണ് എയർ കൂൾഡ് സിസ്റ്റത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വാട്ടർ കൂളിംഗ് സിസ്റ്റം ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വലിയ വലിയ വണ്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂളിംഗ് സിസ്റ്റം ആണ് ഇത്. ഇതിൽ നമ്മളിവിടെ കാണുന്നത് സിലിണ്ടറുകളാണ്. ഈ സിലിണ്ടറിനകത്ത് നടക്കുന്ന പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ ഈ ഇതിനാണ് കൂളന്റ് ജാക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു കൂളന്റ് വാട്ടർ ആണ്. ആ വാട്ടർ എന്ത് ചെയ്യുന്നു, ഇതിനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സോ ഇതിനെ നമ്മൾ തണുപ്പിക്കുന്നത് റേഡിയേറ്ററിൽ വെച്ചിട്ടാണ്. പ്രോസസ്സ് അത്രയേ ഉള്ളൂ. സിലിണ്ടറിനകത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ സൈക്കിൾസ് നടക്കും. ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ ആര് അബ്സോർബ് ചെയ്യുന്നു, ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ഈ വാട്ടർ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് വഴി എങ്ങോട്ടേക്ക് വരുന്നു, റേഡിയേറ്ററിലോട്ട് വരുന്നു. ഈ റേഡിയേറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രില്ല് പോലെ ഏരിയ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ റേഡിയേറ്ററിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഫാൻ ഉണ്ട്. ഈ ഫാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എയറിനെ സക്ക് ചെയ്ത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഫാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ട് വാട്ടറിന്റെ ആ ഒരു ഹീറ്റിനെ എങ്ങോട്ടേക്ക് പുറന്തള്ളും, പുറത്തേക്ക് എയറിലേക്ക് തന്നെ കൊടുക്കും. അതിനുശേഷം അത് വീണ്ടും തിരിച്ച് പമ്പ് വഴി നമ്മൾ ഇതിനെ വീണ്ടും ഇതിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. ഈ വാട്ടർ വീണ്ടും ഇവിടുന്ന് ഹീറ്റിനെ ഗെയിൻ ചെയ്തിട്ട് തെർമോസ്റ്റാറ്റ് വഴി നമ്മുടെ റേഡിയേറ്ററിലോട്ട് വരും. ഇവിടെ ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എയർ ഫ്ലോ ഉണ്ടാവും ഇവിടെ. അതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ആ വാട്ടറിനെ ഹീറ്റിനെ കുറയ്ക്കാൻ ശ്രമിക്കും. വീണ്ടും ഇത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പമ്പുണ്ട്, ഇത് വീണ്ടും സർക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റം. ഇതിൽ തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് ഇതിനെ കൂൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എഞ്ചിൻ ഹീറ്റായി വരണം. അത് വേണ്ടിയിട്ട് ഇതിന്റെ സെൻസിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. തെർമോസ്റ്റാറ്റ് വാൽവ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്, ഇത് ഫ്ലോ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാട്ടർ ജാക്കറ്റ്സ് ഉണ്ട് അറൌണ്ട് ആയിട്ടുള്ള ഈ കമ്പസ്റ്റൻ ചേമ്പറിന് ചുറ്റും ഇരിക്കുന്നതിനെ നമ്മൾ വാട്ടർ ജാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. വാട്ടറിനെ കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പുണ്ട്. ഇത് ഈ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ വാട്ടറിനെ നമ്മൾ എപ്പോഴും ഇവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഫുൾ ടൈം. അതുപോലെ തന്നെ എഞ്ചിന്റെ ജാക്കറ്റിലൂടെ ഈ വാട്ടർ പാസ് ചെയ്തതിനു ശേഷം ഇത് നേരെ റേഡിയേറ്ററിലോട്ടാണ് വരുന്നത്. ഈ റേഡിയേറ്ററിന്റെ അവിടെ വെച്ചിട്ടാണ് വാട്ടറിനെ നമ്മൾ കൂൾ ചെയ്യുന്നത് ബൈ എയർ. ആ എയറിനെ ഇതുവഴി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാനും വാട്ടർ പമ്പും ഒക്കെ ഒരേ ഡ്രിവണിൽ തന്നെയാണ്, ഒരേ ഷാഫ്റ്റിൽ തന്നെയാണ് ഇത് സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്യാറ്. അതുപോലെ തന്നെ റേഡിയേറ്ററിലൂടെ പാസ് ചെയ്തതിനു ശേഷം ഈ വാട്ടർ നേരെ വാട്ടർ പമ്പിന്റെ അങ്ങോട്ടേക്ക് ചെല്ലും. ഈ വാട്ടർ പമ്പിൽ നിന്ന് നേരെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ കൂളന്റ് ജാക്കറ്റ്സിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തെർമോസ്റ്റാറ്റിക് വാൽവ് അല്ലെങ്കിൽ നമ്മൾ അതിനെ തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കും. ഇവരാണ് ഈ വാട്ടറിന്റെ ഒരു ബ്ലോക്കിംഗ് നടക്കുന്നത്. കാരണം നമ്മുടെ ഒരുപാട് തണുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ കൂളന്റ് ഫ്ലോയെ ഇത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും, ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിന്റെ എക്സ്പ്ലനേഷൻ. So an automobile cooling system is the collection of parts and substance that work together to maintain the engine's temperature at optimal level. അതായത് ഒപ്റ്റിമൽ ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ശതമാനത്തിന്റെ കണക്കിലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മെയിൻലി ഡിഫറെന്റ് കമ്പോണൻസ് സച്ച് ആസ് വാട്ടർ പമ്പ്, കൂളന്റ്, തെർമോസ്റ്റാറ്റ് ഒക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സിസ്റ്റം enables smooth and efficient functioning of the engine at the same time protecting it from damage. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂളിങ്ങിലൂടെ എഞ്ചിനിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. നേരത്തെ കണ്ട അതേപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ എയർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാൻ ഉണ്ട്. അതിനുശേഷം വരുന്ന വാട്ടറിനെ പമ്പ് ചെയ്ത് വീണ്ടും എഞ്ചിനിലോട്ട് കയറ്റുന്നു. കൂളൻ ആയിട്ടുള്ള
നമ്മുടെ ജാക്കറ്റ് ഉണ്ട് അവിടെ അത് സർക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ ഹീറ്റിനെ എടുത്തുകൊണ്ട് തെർമോസ്റ്റാറ്റ് വഴി വീണ്ടും എങ്ങോട്ടേക്ക് വരുന്നു, നമ്മുടെ റേഡിയേറ്ററിലോട്ട് വരുന്നു. ഒരുപാട് ഹീറ്റ് ഇല്ല എങ്കിൽ നേരെ വീണ്ടും ഇതിനെ ഇങ്ങോട്ടേക്ക് തന്നെ സർക്കുലേറ്റ് ചെയ്ത് വിടും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാതെ നിർത്തുന്നത് തെർമോസ്റ്റാറ്റ് ആണ്. ഓവർ ഹീറ്റ് ആണെങ്കിൽ മാത്രം, അതായത് ഇതിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവില്ല, ആ ഒരു സർട്ടൻ റേഞ്ച് വരെ അത് ഹീറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റേഡിയേറ്ററിലോട്ട് തന്നെ പാസ് ചെയ്യിപ്പിക്കും, ഇല്ലെങ്കിൽ വീണ്ടും ഇതിനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഇതിന്റെ